ഹലോ, നമ്മളുടെ പശുക്കൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ബേസിനുകളിലാണ്. ഇങ്ങനെ ബേസിനിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയ പണി എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു പശു നേരത്തെ തിന്നു തീർന്നാൽ അടുത്ത ആളുടെ ബേസിനിട്ട് കടിച്ച് ഒറ്റ വലിയാണ്. ഒറ്റ വലിക്ക് ബേസൻ പൊട്ടി നാശമാവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഒരു 4 ജെറിക്കാൻ വാങ്ങിച്ചു. ഒരു ജെറിക്കാൻ 25 രൂപ വെച്ച് കൊടുത്തിട്ട് 4 ജെറിക്കാൻ വാങ്ങിച്ചു. 4-ത്തിനൂടെ 100 രൂപ. അപ്പോൾ 4 ജെറിക്കാനും ഇതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തു. വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു ബേസൻ പോലെയാക്കി അതിനകത്തിൽ ഇനി കാൽത്തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ബേസൻ വാങ്ങിക്കാനുള്ള പൈസ എങ്കിൽ ലാഭമാവും. ഞാൻ ഈ ഫാമിങ്ങിലേക്ക് വരുമ്പോൾ, പശുവിനെ വളർത്താനായിട്ടൊക്കെ വരുമ്പോഴേക്കും എൻ്റെ അടുത്ത് ആളുകൾ പറഞ്ഞു തന്നതിൽ ശ്രദ്ധേയമായൊരു കാര്യം ഞാൻ എന്നും ഓർക്കാറുണ്ട്. എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: നമ്മളുടെ ഫാമിൽ നമ്മൾ ടൈലിടുമ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത് പുല്ലൂടിന് ടൈലിടുന്നത് ഒരു ട്രെൻഡായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ്, നീ ടൈലിടുവോ എന്തിടുവോ ചെയ്തോ, പക്ഷേ നീ ഇടുന്ന ടൈല് കജാരിയാണോ അല്ലെ ആറേക്കയാണോ എന്താണെന്നൊന്നും ആരും നോക്കുന്നില്ല. പശുവിന് അത് അറിയുകയും വേണ്ട. പക്ഷേ നമ്മൾ ചെയ്യുന്ന സാധനം, പശുവിന് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പശുവിന് തീറ്റ കൊടുക്കുന്നതോ അല്ലെ മറ്റൊരു കാര്യവും അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ബേസിനിൽ കൊടുത്തോ പാട്ട കെട്ട് ചെയ്ത് കൊടുത്തോ എന്ത് കൊടുക്കുന്നതിലും അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ വെറുതെ പാഴ്ചെലവായിട്ട് ഒരുപാട് പൈസകൾ പലപ്പോഴും ഫാമിങ്ങിൽ കളയാറുണ്ട്. അങ്ങനത്തെ പാഴ്ചെലവുകൾ മറ്റൊരാൾ ചെയ്യുന്നത് അവർ ബേസനിലോ മറ്റൊരു പാത്രത്തിലോ എന്തിലും കൊടുത്താലും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ രീതികൾ ഏതാണോ ശരി അത് നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ പരിപാടി വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഓടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നല്ലതായിട്ട് എനിക്കും തോന്നി. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നല്ലതാണെന്ന് തോന്നുന്നു.